സത്യത്തിൽ ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കും ഒക്കെ ഇപ്പോഴായിരിക്കും ഒരു തലയ്ക്ക് വെളിച്ചം വീണത്. കാരണം ഈ ബുദ്ധി നമുക്കെന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല എന്നുള്ള തോന്നൽ. കാരണം ഇന്ത്യയിലെ എല്ലാ പാസഞ്ചർ ട്രെയിനുകളിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിലെ ഓർഡിനറി കമ്പാർട്ട്മെൻറ്റുകളിലും സൗജന്യ യാത്ര എന്നൊരു പ്രഖ്യാപനം നടത്തായിരുന്നു. എന്നിട്ട് പാസഞ്ചർ ട്രെയിനിലെല്ലാം സൂപ്പർ ഫാസ്റ്റ് തൊട്ടിച്ച് വെക്കുക. ഓർഡിനറി കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന സാധനം എടുത്തിട്ട് എല്ലാം സെക്കൻഡ് ക്ലാസ് ആക്കുക. പിന്നെ പേര് കയറാനാ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറ് കെ.സി. വേണുഗോപാലിന് കൊടുത്തു. രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നതെല്ലാം കെ.സി. വേണുഗോപാലിനാണ് കൊടുക്കാറ്. അത് കാറാണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ പിന്നെ പുള്ളിയുടെ സ്ഥിരം ശീലമാണതങ്ങനെ, പുള്ളിയുടെ പെറ്റാണ്. അതായത് 5 വർഷം മുമ്പ് ഇൻഷുറൻസ് ഇൻവാലിഡായ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിയാണ്. ആ വണ്ടിക്കകത്ത് പോയിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോയവരും പോയി എന്നല്ലാതെ, പിന്നെ ഗവൺമെൻറ്റുമായിട്ട് കേസ് നടത്താം, അത്രയേ ഉള്ളൂ. പോയവരും പോയി എന്നല്ലാതെ 1 രൂപ ഇൻഷുറൻസ് കിട്ടത്തില്ല. അപ്പോൾ ഇതിപ്പോഴത്തെ സർക്കാരിൻ്റെ കുറ്റമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും ഷെഡിൽ കിടക്കുന്ന വണ്ടിയൊക്കെ നന്നാക്കി എടുക്കുക. ഏതിൻ്റെയൊക്കെ പിന്നെ ഫിറ്റ്നസ് ഇല്ല, ഏതിൻ്റെയൊക്കെ ബാക്കിയുള്ള പിന്നെ പേപ്പറുകൾ ഇൻവാലിഡ് ആയിട്ടുണ്ട്, ഏതിൻ്റെയൊക്കെ പിന്നെ സംഭവങ്ങൾ എക്സ്പയർഡ് ആയിട്ടുണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതെല്ലാം റിന്യൂ ചെയ്യാനുള്ള നടപടിയാണ് ആദ്യം KSRTC പോകേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ പൈസ ചെലവഴിക്കേണ്ടത്. നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന് പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അത് സംസ്ഥാന ചരിത്രത്തിലെ വിപ്ലവകരമായ തീരുമാനമാണെന്ന് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഓൾറെഡി വളരെ കുറവ് ഓർഡിനറി ബസ്സുകൾ മാത്രമുള്ള ഒരു സ്റ്റേറ്റ്, അതിൽ തന്നെ കഴിഞ്ഞ 2 ദിവസം ഉള്ളതിൽ പകുതിയിലും ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു കലാപരിപാടി നടന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകളൊക്കെ ലീക്കായിരുന്നു. ഇതിനൊപ്പം തന്നെയുള്ള ഒരു വിഷയമാണ് ഈ ഓടുന്ന ഓർഡിനറി ബസ്സുകളുടെ അവസ്ഥ. ഇത് 90% വളരെ പരിതാപകരമായി ഓടുന്നുണ്ട് എന്ന് മാത്രമേ പറയാനാവൂ. സത്യത്തിൽ ഈ സിസ്റ്റം എത്ര കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും? സത്യത്തിൽ ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കും ഒക്കെ ഇപ്പോഴായിരിക്കും ഒരു തലയ്ക്ക് വെളിച്ചം വീണത്. കാരണം ഈ ബുദ്ധി നമുക്കെന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല എന്നുള്ള തോന്നൽ. കാരണം ഇന്ത്യയിലെ എല്ലാ പാസഞ്ചർ ട്രെയിനുകളിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിലെ ഓർഡിനറി കമ്പാർട്ട്മെൻറ്റുകളിലും സൗജന്യ യാത്ര എന്നൊരു പ്രഖ്യാപനം നടത്തായിരുന്നു. എന്നിട്ട് പാസഞ്ചർ ട്രെയിനിലെല്ലാം സൂപ്പർ ഫാസ്റ്റ് തൊട്ടിച്ച് വെക്കുക. ഓർഡിനറി കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന സാധനം എടുത്തിട്ട് എല്ലാം സെക്കൻഡ് ക്ലാസ് ആക്കുക. പിന്നെ പേര് കയറാനാ എന്നുള്ള സ്ഥിതി വരുമായിരുന്നു. ഇത് മറ്റേ ദാസൻ്റെയും വിജയൻ്റെ സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ നമുക്ക് ഈ ബുദ്ധി എന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല എന്ന ഒരു അവസ്ഥ അമിത്ഷായുടെ അടുത്തെങ്കിലും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടാവും. എന്തായിരുന്നാലും പിന്നെ കെ.സി. വേണുഗോപാലിനൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ പല വണ്ടിക്കകത്തും പിന്നെ വണ്ടിയുടെ ഫിറ്റ്നസ് സംശയത്തിലാണ്. ഉദ്ഘാടനം നിർവഹിച്ച വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല. അതിൻ്റെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം പ്രശ്നത്തിലാണ്. ഒക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കും വരാം. എന്തായിരുന്നാലും പിന്നെ രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാലിന് ഒരു കാറ് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഇന്നത്തെ വാർത്തയിൽ ശ്രദ്ധപ്പെട്ടൊരു കാര്യമാണ്. രാഹുൽ ഗാന്ധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറ് കെ.സി. വേണുഗോപാലിന് കൊടുത്തു. രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നതെല്ലാം കെ.സി. വേണുഗോപാലിനാണ് കൊടുക്കാറ്. അത് കാറാണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ പിന്നെ പുള്ളിയുടെ സ്ഥിരം ശീലമാണതങ്ങനെ, പുള്ളിയുടെ പെറ്റാണ്. അപ്പോൾ ഈ കാറിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളതിന് ഇപ്പം നമ്പർ വെച്ച് ചെക്ക് ചെയ്യണം. കാരണം ഇത് വെറുതെ എടുത്ത് കൊടുക്കില്ലല്ലോ, AICCയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് KSRTC ബസ്സുകൾക്കകത്ത്, ഓർഡിനറി ബസ്സുകൾക്കകത്ത് മുഴുവൻ സിറ്റി ഫാസ്റ്റ് സ്റ്റിക്കർ ഒട്ടിക്കുക. നമ്മളെല്ലാം കണ്ടു ഇല്ലേ? ഇത് ഇഷ്ടംപോലെ ചാനലുകൾ എയർ ചെയ്തു. പിന്നെ ജീവനക്കാർ ആ സ്റ്റിക്കറും കൊണ്ട് കൈ പിടിച്ച് പോവുക, എന്നിട്ട് മായ്ക്കുക, എന്നിട്ട് അത് ഒട്ടിക്കുക. അതായത് 100 ഓർഡിനറി ബസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു 5 ഓർഡിനറി ബസ്സായിട്ട് ചുരുങ്ങും. ബാക്കി 95 സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടാവും. അതൊരു വർക്ക് കയറാൻ പറ്റത്തില്ലേ സ്ത്രീകൾക്ക്? ഇത് മനുഷ്യൻ എന്താണെന്ന് വെച്ചാൽ കൊടുത്തോ എന്ന് വെച്ചാൽ കൊടുത്തു എന്തെങ്കിലും, എന്നാൽ കൊടുത്തില്ലേ എന്ന് വെച്ചാൽ കൊടുത്തില്ല. ഇതാണ് അവസ്ഥ. മനുഷ്യനെ പറ്റിക്കുക എന്ന് പറയുന്നതും കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്നതും പരിപാടി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബസ്സിൻ്റെ തന്നെ ഇതിൻ്റെ ഫിറ്റ്നസ് ഈ ബസ്സിൻ്റെ എന്നുള്ളതല്ല, ഏകദേശം 90-ലധികം സ്ഥലങ്ങളിൽ നിന്ന് ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. അതിൽ BD സതീശൻ ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച ബസ്സിൻ്റെ നമ്പർ KL 15 9761, KL 15 9761. ഓണർ നമ്പർ MD KSRTC. ഓക്കെ. രജിസ്റ്ററിംഗ് അതോറിറ്റി നാഷണലൈസ്ഡ് സെക്ടർ. കാരണം അത് ഇൻഡസ്ട്രിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ RTO കേരള. വെഹിക്കിൾ ക്ലാസ് ബസ് HPV. ഫ്യൂവൽ ടൈപ്പ് ഡീസൽ. രജിസ്ട്രേഷൻ ഡേറ്റ് 2012 സെപ്റ്റംബർ 1. ഫിറ്റ്നസ് വാലിഡ് അപ് ടു 2027 ഫെബ്രുവരി 27. അപ്പോൾ ഫിറ്റ്നസ് ഉണ്ട്, വാലിഡ് അപ് ടു. ഇൻഷുറൻസ് വാലിഡ് അപ് ടു 2020 സെപ്റ്റംബർ 17. അതായത് 5 വർഷം മുമ്പ് ഇൻഷുറൻസ് ഇൻവാലിഡായ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിയാണ്. ആ വണ്ടിക്കകത്ത് പോയിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോയവരും പോയി എന്നല്ലാതെ, പിന്നെ ഗവൺമെൻറ്റുമായിട്ട് കേസ് നടത്താം, അത്രയേ ഉള്ളൂ. പോയവനും പോയി എന്നല്ലാതെ 1 രൂപ ഇൻഷുറൻസ് കിട്ടത്തില്ല. അപ്പോൾ ഇതിപ്പോഴത്തെ സർക്കാരിൻ്റെ കുറ്റമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല.
5 വർഷം ആയിട്ട് ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പിന്നെ 6 വർഷം ആവുന്നു. 6 വർഷമായിട്ട് ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിനും അതിൽ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ സംസ്ഥാന തലത്തിൽ ഒരു സംസ്ഥാന സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് അവരുടെ ഏറ്റവും ആദ്യത്തെ പ്രസ്റ്റീജ് പ്രഖ്യാപനമായിരുന്ന KSRTCയിലെ സ്ത്രീകൾക്ക് ഓർഡിനറി, പിന്നെ ആദ്യം ഓർഡിനറി അല്ല പറഞ്ഞ KSRTC സൗജന്യ യാത്ര എന്ന് പറഞ്ഞു, പിന്നീട് അത് ഓർഡിനറി കൂട്ടിച്ചേർത്തു അതിനകത്ത്. പിന്നെ എന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ ആ ഒരു വണ്ടിയുടെയെങ്കിലും ഇൻഷുറൻസ് ഉറപ്പുവരുത്തണ്ടേ? അത് ബ്യൂറോക്രസിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണ്. അതും പിന്നെ ഗതാഗത മന്ത്രി ആ വണ്ടിക്കകത്താണ് യാത്ര ചെയ്തത്, പിന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ. അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ബാക്കിയുള്ളവർ, KSRTCയുടെ MD തുടങ്ങിയിട്ടുള്ളവരെല്ലാം യാത്ര ചെയ്ത വണ്ടിയാണ്. ഇവന്മാരെല്ലാം കൂടെ അത് പോയിട്ട് എവിടെയെങ്കിലും വെള്ളം മരത്തിൽ പിടിച്ചിരുന്നെങ്കിൽ ഇവർക്ക് പോലും ഇൻഷുറൻസ് കിട്ടത്തില്ല. അതാലോചിക്കണം. അപ്പോൾ ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ്സിൻ്റെ ഫോട്ടോയും ഉണ്ട്. KL 159761 പിന്നെ ചാനലിനകത്ത് വന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട്. അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യം ടൗൺ ഫാസ്റ്റ് സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. ടൗൺ ഫാസ്റ്റ് സ്റ്റിക്കർ ഒട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ആൾക്കാരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ പിന്നെ എന്താ പറയുന്നത്, എന്തെങ്കിലും ചപ്പ സാധനം എടുത്തിട്ട് അതിൻ്റെ മേളിൽ അല്ലെങ്കിൽ ചാള മേടിച്ചിട്ട് അതിൻ്റെ മേളിൽ നെയ്മീൻ എഴുതി വെച്ചത് നെയ്മീനാവുമോ? ഇല്ലല്ലോ. ചാള തന്നെയാണ്, നെയ്മീനാണ്. ചാളയുടെ മേളിൽ ചാള മോശമെന്നുള്ള അഭിപ്രായമല്ല. ചാളയുടെ മേളിൽ നെയ്മീൻ ലുലു പോവുക, അവിടെ ചോട്ട് ചാള വെച്ചേക്കുക, എന്നിട്ട് അതിൻ്റെ മേളിൽ നെയ്മീൻ ബോർഡുണ്ട്, കിലോ 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ കൊടുത്തിട്ട് ആൾക്കാർ ഇത് മേടിക്കുമോ എന്ന് പറയുന്ന മാതിരിയുള്ള ഒരു യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ല. ഇനിയിപ്പോൾ ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നോ, ലൈസൻസ് വാലിഡ് ആണോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. സത്യത്തിൽ ഇന്ന് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മുഴുവൻ KSRTC ബസ്സുകളുടെയും നമ്പർ എടുത്തിട്ട് ചെക്ക് ചെയ്യുകയും അതിനകത്ത് ഏതിനൊക്കെ ഇതേപോലെ ഇൻഷുറൻസ് ഇല്ലാത്തതുണ്ടെങ്കിൽ അത്, ഫിറ്റ്നസ് ഇല്ലാത്തതുണ്ടെങ്കിൽ അതെല്ലാം പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും KSRTCയെ നവീകരിക്കേണ്ടത് അവിടെ നിന്നാണ്. KSRTCയെ നവീകരിച്ചതിന് ശേഷം നിങ്ങൾ ഫ്രീ സർവീസ് കൊടുത്താൽ മതിയെന്നേ. നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യർ കയറിയിട്ട് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ, സാധാരണക്കാരാണല്ലോ കയറുന്നത് ഓർഡിനറിയിൽ, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇതന്നെ എല്ലായിടത്തൊന്നുമില്ല. ഉള്ള ബസ് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ 90% സിറ്റി പാസ് ഒന്ന് ഒട്ടിച്ചു വെക്കുകയും ചെയ്തു. മലബാർ മേഖലയിൽ ഈ സാധനം ഇല്ല. നമ്മളൊന്ന് വളരെ അപൂർവമായിട്ട് KSRTC കണ്ടിട്ടുള്ളത്. എപ്പോഴെങ്കിലും ഇങ്ങനെ കാണുന്ന ഒരു സാധനമാണ്. തൃശ്ശൂർ കഴിഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ല, വയനാട് ജില്ല, കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, ഇവിടെ അങ്ങനെ കാണുന്നില്ല. എറണാകുളത്ത് തന്നെ എത്ര സ്ഥലത്ത് കാണാനുണ്ട്? എറണാകുളത്ത് പ്രധാനപ്പെട്ട പല റൂട്ടുകളിലും ഇല്ല. എറണാകുളത്ത് നിന്ന് ഇവിടുന്ന് ആലുവ കമാനി വഴി അങ്ങനെ പോകുന്നുണ്ട്, തൃശ്ശൂർ വഴി പോകുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റാണ് പോകുന്നത്, സാധാ വണ്ടിയല്ല, ഓർഡിനറി വണ്ടിയല്ല പോകുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു കാക്കനാട് ആലുവ ഓർഡിനറി വണ്ടി ഇടയ്ക്കൊന്ന് ഓടുന്നുണ്ട് ചിലത്. ഇനി സൂപ്പർ ഫാസ്റ്റുകളുടെ എണ്ണം കൂടും. എല്ലാം സൂപ്പർ ഫാസ്റ്റ് ആക്കുമെന്നേ. സാധനം പഴയ പിന്നെ ബീഞ്ഞ് പുതിയ കുപ്പിയിലങ്ങാക്കും, അത്രയേ ഉള്ളൂ. സാധനം പഴയത് തന്നെ, പേര് മാറ്റിയെങ്കിലും പുതിയ കുപ്പിയിലാക്കും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് വരെ നോക്കണം, അതേപോലെ പൊല്യൂഷൻ നോക്കണം. അങ്ങനെ നവീകരിച്ചാണ് ഇവർ പോകേണ്ടത്. അതേപോലെ തന്നെ ഈ MBDമാർക്ക്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടെ വണ്ടിക്ക് എണ്ണയടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഇവർക്ക് ഇൻസ്പെക്ഷൻ കൃത്യമായിട്ട് നടക്കുമോ? ഇവർക്ക് റോഡിൽ എന്തെങ്കിലും ഇറങ്ങിയിട്ട് വണ്ടിക്കകത്ത് എണ്ണയില്ലാന്നുണ്ടെങ്കിൽ ഇവരെ കയ്യിൽ നിർത്തടിക്കാൻ പറ്റുമോ? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനും എക്സൈസിനും മെഡിക്കൽ കോളേജുകളുടെ കീഴിലുള്ള ആംബുലൻസുകൾക്കും ഫയർഫോഴ്സിനും ഒക്കെ അല്ലേ എപ്പോഴും എണ്ണ കൊടുക്കേണ്ടത്, ആവശ്യത്തിനുള്ള എണ്ണ. മന്ത്രിമാരുടെ അലവൻസ് മുഴുവൻ കൃത്യമായിട്ട് ഫ്യൂൽ എക്സ്പെൻസ് വരെ എഴുതിയെടുക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കണ്ടേ? MLAമാർക്കും കൊടുക്കുമല്ലോ. ഫ്രീ യാത്ര ട്രെയിനുണ്ട്, അതിന് പുറമെ മന്ത്രിമാർക്ക് ഫ്ലൈറ്റിലും അത്യാവശ്യം ഫ്രീ യാത്രയുണ്ട്, അതിന് പുറമെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതിലൊന്നും ഒരു ഉത്തരവാദിത്വബോധം അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ഇപ്പോൾ KSRTC ടൂർ നടത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ICRTC നടത്തുന്ന പോലെ തന്നെയാണ്, ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന പോലെ തന്നെയാണ്. ലാഭകരമായിട്ടുള്ളൊരു കാര്യവുമാണ്. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും സ്ഥലത്ത് പോയി കാണണം, ഗവിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗവിയിലോട്ട് യാത്ര, അങ്ങനെ അവർ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അത് പിന്നെ വൈറ്റിൽ നിന്നുണ്ട്, പല സ്ഥലത്തുനിന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷനിൽ നിന്ന് കയറാം പോകുന്ന വഴിക്ക്. അപ്പം ഇത് പിന്നെ വളരെ സാധാരണക്കാർക്ക് എക്കണോമിക്കലായിട്ട് ഒരു സ്ഥലത്ത് പോയി കണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന രീതിയിലൊക്കെ ഉണ്ട്. ഫുഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതുണ്ട്, അല്ലാതുള്ളതുണ്ട്, എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളതുണ്ട്, ഒക്കെ ഉണ്ട്. പല സ്ഥലത്തും അങ്ങനെ പോകാനുള്ളതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ KSRTCക്ക് ഇപ്പോൾ ലാഭം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല പണി രമേശ് ചെന്നിത്തലയോടൊന്നും ഉണ്ടായിരിക്കാൻ പറയാം. തൂഫാൻ
റോട്ടിൽ മാത്രം മതി, ബസ്സിൽ വേണ്ടാന്ന് വെക്കുക തൂഫാൻ. ബസ്സിനകത്ത് ജെൻസി കാലഘട്ടത്തിലെ ആളുകൾക്ക് കഞ്ചാവ് സപ്ലൈ ചെയ്യുക, മറ്റേ ഫ്ലൈറ്റിലൊക്കെ ഫുഡ് സർവീസ് സപ്ലൈ ചെയ്യുന്ന പോലെ കഞ്ചാവ് സപ്ലൈ ചെയ്തിട്ട് അങ്ങനത്തെ യാത്രയും കൂടെ നടത്തി കഴിഞ്ഞാൽ KSRTC നവീകരിച്ചെടുക്കാം എന്നല്ലാതെ ഇത് ശരിക്ക് ഉഡായിപ്പ് പരിപാടിയാണ് കാണിച്ചത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഏറ്റവും ആദ്യം ഉദ്ഘാടനം ചെയ്ത ഒരു പ്രസ്റ്റീജ് പ്രൊജക്റ്റ് ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിയാണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും നാണക്കേട് എന്താണ് മുഖ്യമന്ത്രിക്ക് വരാനുള്ളത് എന്നുള്ളതാണ്. ഇനിയുള്ള സമയത്തെങ്കിലും അവർ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ KSRTC നശിക്കും, സർക്കാരും നശിക്കും, മുഖ്യമന്ത്രിയുടെ ഉണ്ടാക്കിയ പേരും പോവും. പാവം പിന്നെ KSRTC മന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്ത CP ഓണല്ലേ, CP ഓൺ, അയാൾ നല്ല മനുഷ്യൻ എന്നുള്ള പേരുണ്ടായിരുന്നു, പുള്ളിയുടെയും പേര് പോവും. ഒന്നിനും കൊള്ളാത്ത കുറേ ഉണ്ണാക്കന്മാരാണ് മന്ത്രിസഭയിൽ ഇരിക്കുന്നതെന്നും ഇവരെ എന്ത് കാണിച്ചാലും വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ്സ് കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടത്തിയായിരുന്നു നന്നായി. ടോയ്സ് ഉണ്ടല്ലോ KSRTC ഒക്കെ രൂപത്തിലുള്ള, അത് നടത്തായിരുന്നു നന്നായി. ഏതായാലും ഷെഡിൽ കിടക്കുന്ന വണ്ടിയൊക്കെ നന്നാക്കി എടുക്കുക. ഏതിൻ്റെയൊക്കെ പിന്നെ ഫിറ്റ്നസ് ഇല്ല, ഏതിൻ്റെയൊക്കെ ബാക്കിയുള്ള പിന്നെ പേപ്പറുകൾ ഇൻവാൽവ്ഡ് ആയിട്ടുണ്ട്, ഏതിൻ്റെയൊക്കെ പിന്നെ സംഭവങ്ങൾ എക്സ്പയർഡ് ആയിട്ടുണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതെല്ലാം റിന്യൂ ചെയ്യാനുള്ള നടപടിയാണ് ആദ്യം KSRTC പോകേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ പൈസ ചെലവഴിക്കേണ്ടത്. കാരണം ഈ സാധാരണക്കാരായ മനുഷ്യരും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു സംഖ്യയെങ്കിലും അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലേക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റണം. അതിന് വണ്ടിക്ക് ഇൻഷുറൻസ് ആദ്യം വേണം എന്നുള്ളതാണ്. എന്തായിരുന്നാലും KC വേണുഗോപാലിന് കാർ കിട്ടിയതിലുള്ള സന്തോഷമുണ്ട്. ആ സന്തോഷം ഇവിടുത്തെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമമുണ്ടെങ്കിലും KC വേണുഗോപാലിന് കിട്ടിയ കാറിൻ്റെയും നമ്പർ എനിക്കറിയത്തില്ല, നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് കൂടുതൽ പറഞ്ഞാൽ അത് വല്ലാതെ കൂടിപ്പോകുന്നുള്ളതുകൊണ്ട് തുടക്കമല്ലേ, മധുവിധമല്ലേ, ആൾക്കാർക്ക് ചിരിക്കാനൊരു വകുപ്പാണല്ലോ ഇത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതും മലയാളികളുടെ ഇടയിൽ മുഴുവൻ ഭയങ്കര രസകരമായിട്ടുള്ളത്, അതായത് കോമാളികളായിട്ട് ഇവർ മാറും. CP ജോണും BD സതീഷനും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥർ പോട്ടെ, അവരുടെ കൃത്യ വിലോപമാണിത്, അവരാണിത് എൻഷുർ ചെയ്യേണ്ടത്. ഇപ്പം ഇവന്മാരൊക്കെ എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് ഇട്ടേക്കുന്നതെന്ന്, എന്തിനാ IAS IPS പിടിച്ചിട്ട് KSRTCയുടെ MD ആയിട്ടും ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടും ഇട്ടേക്കുന്നത്? ഞാൻ പറഞ്ഞത് എന്നെ പിടിച്ചത്, ഞാനിതൊക്കെ എൻഷുർ ചെയ്തിട്ട് തന്നെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതിന് മുമ്പ് തന്നെ ഏതെല്ലാം പോയിന്റുകൾ ചെക്ക് ചെയ്യണം, ഏതൊക്കെ എൻ്റെ ചെക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട്, ഞാനായാലും നീ ആയാലും ആരായാലും നമ്മൾ കോമൺ സെൻസ് കാണിക്കുമല്ലോ. ഈ കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഭൂലോക മരയൂളകളെ ഇത്തരം ചുമതല ഏൽപ്പിച്ച് കഴിഞ്ഞാലുണ്ടാകുന്ന അപകടമാണിത്. ബാക്കിയുള്ള 10-90 കേന്ദ്രങ്ങളിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബസ്സുകളുടെയും ഇൻഷുറൻസ് എക്സ്പയർ ആയിട്ടുണ്ടോ, ഫിറ്റ്നസ് ഓക്കെ ആണോ, ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ആ വണ്ടി നിരത്തിലിറക്കി ഓടിക്കാൻ യോഗ്യമാണോ, ആ വണ്ടിയുടെ കാലാവധി കഴിഞ്ഞതാണോ, എക്സ്പയർഡ് ആയ വണ്ടിയാണോ എന്നുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ പിന്നെ ഇനി വില്ലേജ് ഫാസ്റ്റ്, സിറ്റി ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫാസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഓർഡിനറി അല്ലാതാവും എന്നുള്ളതിൻ്റെ പേരിൽ പെട്ടെന്ന് കുറേ പോസ്റ്റർ അടിച്ചെടുത്ത് ഒട്ടിച്ച് ആൾക്കാരെ പറ്റിക്കുന്ന ഈ പരിപാടി കൂടി അവസാനിപ്പിക്കണം. ഒന്നുകിൽ ഞങ്ങൾക്ക് പറഞ്ഞ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല, ഞങ്ങൾ അന്നൊരാവശ്യത്തിൽ പറഞ്ഞു പോയതാ, നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ മുഖ്യമന്ത്രി VD സതീശനും പിന്നെ KPCC പ്രസിഡൻ്റായിട്ടുള്ള പിന്നെ നിലവിലും പ്രസിഡൻ്റാണ് സണ്ണി വക്കീലും UDF കൺവീനർ അടൂർ പ്രകാശും പിന്നെ പാർലമെൻ്ററി പാർട്ടിയുടെ ഉപനേതാവായിട്ടുള്ള പിന്നെ PK കുഞ്ഞാലിക്കുട്ടിയും മറ്റു ഘടകകക്ഷി നേതാക്കന്മാരും കൂടി സംയുക്തമായിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, ഞങ്ങൾ ഇത്രയും കരുതിയില്ല, ഞങ്ങൾ ഇത് നേരെയാക്കി എടുക്കാൻ ശ്രമിക്കാം, ഞങ്ങളെക്കൊണ്ട് ഇപ്പോൾ കഴിയത്തില്ല, ഞങ്ങൾക്ക് ഇച്ചിരൂടെ സമയം വേണം എന്ന് പറയാനുള്ള സാമാന്യ മര്യാദയും ഔചിത്യബോധവുമാണ് അവർ പ്രകടിപ്പിക്കേണ്ടത്.